ഹായ് ഹലോ വെൽക്കം ടു സി സി ബാങ്ക്. സി സി ബാങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മളെ സി സി ബിയുടെ എക്സാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ PYQs ഇങ്ങനെ ചെയ്തു വരികയാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ബാങ്കിങ്ങിന്റെ കുറച്ച് PYQs നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഇഫ് എ ചെക്ക് ബിയർ എ ഡേറ്റ് ഏർലിയർ ദാൻ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇസ് കോൾഡ് ഡാഷ് ചെക്ക്. 4 ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ചെക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ചെക്കുമായിട്ട് ബന്ധപ്പെട്ടോട് പറയുമ്പോൾ നമുക്ക് ഇവിടെ പ്രോമിസറി നോട്ടിനെ പറ്റി സൂചിപ്പിക്കണം. അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഓക്കെ, ഇതൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റുമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രോപ്പർ ആയിട്ട് പഠിക്കുക കൃത്യമായിട്ട്. പിന്നെ വേറൊരു കാര്യം പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ റിലേഷൻഷിപ്പുകളെ പറ്റി പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഡെറ്റർ ക്രെഡിറ്റർ ആണോ, അല്ലെങ്കിൽ ബിയറർ ആണോ, അതേപോലെ ട്രസ്റ്റി ആണോ, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പഠിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഓരോ ഏരിയന്റെയും പഠിക്കണം. ഇവിടെ ഏതായിരിക്കും വരാം, പോസ്റ്റ് ഡേറ്റഡ് ആണോ, അതുപോലെ ആന്റി ഡേറ്റഡ് ആണോ, മൾട്ടി ഡേറ്റഡ് ആണോ, ആൻഡ് മാർക്കഡ് ചെക്ക് ആണോ, ഏതായിരിക്കും വരാം? യെസ്, ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഏതാണ്? ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ശരി, അടുത്ത ചോദ്യം നോക്കാം. ഇൻ വിച്ച് സർക്കംസ്റ്റാൻസ് ദി ബാങ്ക് കനോട്ട് എക്സസൈസ് ദി റൈറ്റ് ഓഫ് ലീൻ? ഏതായിരിക്കാം? ആർട്ടിക്കിൾ കെപ്റ്റ് ഇൻ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, document deposited for specific purpose, securities held in trust, all the above. ഇവിടെ എന്താണ്, ലീന്റെ കേസിലാണ് പറയുന്നത് ബാങ്ക് കനോട്ട് എക്സസൈസ് വിത്ത് ദ റൈറ്റ് ഓഫ് ലീൻ. ഏതായിരിക്കും വരിക? ഇവിടെ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ അവിടെ ആൻസർ നമ്മളെ മൈൻഡിലേക്ക് വരുന്നുണ്ട് അല്ലെ. ഏതാണ്? യെസ്, ഇവയൊക്കെയാണ് അല്ലെ. എന്താണ്? ഇവയൊക്കെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിയേ, എ ബാങ്ക് കനോട്ട് എക്സസൈസ് ലീൻ ഓവർ ഐറ്റം ഇൻ എ ലോക്കർ, documents deposited for a specific purpose, or securities held in trust. ഈ അവസ്ഥകളൊക്കെ ഇതൊക്കെ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ ശരിയായുള്ള ഉത്തരമാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്? ഡി ആണ് അവിടെ എന്ത് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി, അടുത്ത ചോദ്യം നോക്കാം. സെക്ഷൻ 131 ഓഫ് ദി NI ആക്ട് ഡീൽസ്. ഞാൻ നേരത്തെ പറഞ്ഞു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ കോർപ്പറേഷൻ ലോ ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ NI ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. NI ആക്ടിന് എന്തായാലും ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും വരാറുണ്ട്. സെക്ഷൻ ആയിട്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട സെക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി വെക്കാം. 131 ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കാം? സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ആണോ, മെറ്റീരിയൽ ആൾട്ടറേഷൻ ആണോ, ഡബിൾ ക്രോസിംഗ് ആണോ, എൻഡോഴ്സ്മെന്റ് ആണോ? ഏതാണ് 131 ആക്ട്? 131 സെക്ഷൻ എന്താണ് അവിടെ പറയുന്നത്? നോക്കിയേ, യെസ്, എന്താണ്? എ ആണ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു കളക്ടിംഗ് ബാങ്ക് അല്ലെ. ഏതാണ്? സെക്ഷൻ 131 ഓഫ് ദി NI ആക്ട് ഗ്രാൻസ് പ്രൊട്ടക്ഷൻ ടു കളക്ടിംഗ് ബാങ്കേഴ്സ് ആക്ടിംഗ് ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലെ. 131 ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ആണ്. ആർക്ക്? കളക്ടിംഗ് ബാങ്കർ അല്ലെ. അപ്പോ 131 സെക്ഷൻ ഇവിടെ പഠിച്ചു നമ്മൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ശരി, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് BSBDA? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ BSBDA എന്ന ഒരു സിസ്റ്റം അവിടെ വന്ന സമയത്ത് തന്നെ വളരെ വലിയൊരു മാറ്റമാണ് നമ്മൾ ബാങ്കിങ് സെക്ടറിന് എന്ത് ചെയ്തത്, ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് BSBDA. അത് വന്ന സമയവും എന്തിനാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിത്ത് ഫുൾ ഫോം അടക്കം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരിക്കും വരിക? നോ ഫ്രിൽസ് അക്കൗണ്ട്, ഫ്രീ ATM, മിനിമം ബാലൻസ് റിക്വയർമെന്റ്, ഫ്രീ ഡെപ്പോസിറ്റ്. ഏതാണ്? യെസ്, ഇവിടെ ചോദ്യം ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ എന്താണ്, ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് അല്ലെ. നോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ്? സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഏതാണ്? ഇതിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോ ഫ്രിൽസ് അക്കൗണ്ടും അതേപോലെ ഫ്രീ ATMഉം ഫ്രീ ഡെപ്പോസിറ്റ് ഒക്കെ BSBDA പെട്ടതാണ്. പെടാത്തത് എന്താണ്? മിനിമം ബാലൻസ്. അവിടെ എന്ത് വേണ്ട? 0 ബാലൻസ് അക്കൗണ്ട് ആണ്. ഓക്കെ, ശരി, അടുത്തത്. Liquidity adjustment facility was introduced by RBI as per the recommendation of dash committee. ഏതാണ്? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി LAF വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. RBI ആണ്. ആരുടെ കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ് LAF അവിടെ കൊണ്ടുവന്നത്? നോക്കിയേ, ആരൊക്കെയാണ്? 4 ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ആരായിരിക്കും വരിക? നോക്കൂ, വൈദ്യനാഥൻ അവിടെ വരുന്നുണ്ട്, രംഗരാജൻ കമ്മിറ്റി വരുന്നുണ്ട്, നരസിംഹൻ കമ്മിറ്റി വരുന്നുണ്ട്, നരിമാൻ കമ്മിറ്റി വരുന്നുണ്ട്. ഏതായിരിക്കാം? യെസ്, നോക്കാം, നരസിംഹം ആണ് അല്ലെ. ഏതാണ്? സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നരസിംഹം കമ്മിറ്റി ആണ്. ഓക്കെ, ശരി, അടുത്ത് നോക്കാം. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം, അതുപോലെ ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ RBI ഇൻ. എപ്പോഴാണ് ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ RBI ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ചോദ്യം. വർഷങ്ങളാണ്. 1999 ഉണ്ട്, 94, 96, 97.
ഇവിടെ വർഷങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മളെ ബാങ്കിങ് റീഫോംസ്, ഫിനാൻഷ്യൽ റീഫോംസ്, അവിടുത്തെ വർഷങ്ങൾ, അതേപോലെ തന്നെ നമ്മളെ ഓരോ ബാങ്കുകൾ, ഇമ്പീരിയൽ ബാങ്ക് പോലുള്ള ബാങ്കുകൾ വന്ന വർഷങ്ങൾ, അവർ നാഷണലൈസേഷൻ ചെയ്ത വർഷങ്ങൾ, RBIയുടെ വർഷങ്ങൾ, SBIയുടെ വർഷങ്ങൾ, ഇങ്ങനെയുള്ള വർഷങ്ങളും കൂടി ഇവിടെ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ആ ചിലത് തീയതി, അതായത് RBI രൂപീകരിച്ചത് വിത്ത് ഡേറ്റഡ് തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് സാധാരണ വർഷം മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ തീയതി, മാസം, വർഷം എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഇവിടെ ഏതായിരിക്കും വരിക? 1994 വരിക അല്ലെ? എത്രയാണ്? 1994. ബോർഡ് ഫോർ ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ, BFS was established by RBI in November 1994 അല്ലെ? നവംബർ 1994 BFS അവിടെ എന്ത് ചെയ്ത് RBI രൂപീകരിച്ചത്. ശരി. അടുത്ത NDTL ഇൻ ബാങ്കിങ് സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് NDTL? അവിടെ കൊടുത്തിട്ടുണ്ട് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റി അല്ലെ? ഈ NDTLുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ. NDTL ഈസ് ദി ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റി ഓഫ് എ ബാങ്ക് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ? അഡ്ജസ്റ്റ്മെന്റിന് ശേഷം ആ ബാങ്കിന്റെ കയ്യിലുള്ള ടോട്ടൽ ഡിമാൻഡും അതേപോലെ ടൈം ലാബിലിറ്റിയുമാണ് അവിടെ NDTL എന്നുകൊണ്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. അടുത്തത് മാർക്കിംഗ് ഓഫ് ചെക്ക് മീൻസ്. എന്താണ് മാർക്കിംഗ് ഓഫ് ചെക്ക്? നോക്കിയേ, കൺഫർമേഷൻ റിക്വയർഡ് ഫ്രം ഡ്രോയർ, ഗുഡ് ഫോർ പേയ്മെന്റ്, ഇൻസഫിഷ്യന്റ് ബാലൻസ്, നൺ ഓഫ് ദി എബോവ്. ഇതായിരിക്കും വരിക. നോക്കാം. യെസ്, ഗുഡ് ഫോർ പേയ്മെന്റ് ആണ് അല്ലെ? ഏതാണ്? നോക്കിയേ, മാർക്കിംഗ് ഓഫ് എ ചെക്ക് signifies that sufficient fund are available and the check is good for payment അല്ലെ? മാർക്കിംഗ് ഫണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് എന്താണ്? ഗുഡ് ഫോർ പേയ്മെന്റ് ആണെന്നും സഫിഷ്യന്റ് ഫണ്ട് അവൈലബിൾ ആണെന്നും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തിലൂടെ? മാർക്കിംഗ് ഓഫ് ചെക്കിലൂടെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്നല്ല രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അടുത്തത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഇൻഷുർഡ് സം ലിമിറ്റ് ഓൺ ഡെപ്പോസിറ്റ് ഈസ് -1,00,000 എന്താണ്? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഷുർഡ് സം ലിമിറ്റ് ഓൺ ഡെപ്പോസിറ്റ് അല്ലെ? അവിടെ ഒരു ലിമിറ്റ് വെക്കുന്നുണ്ട്. ആ ലിമിറ്റ് എത്ര ലക്ഷം രൂപയാണെന്നാണ് ചോദ്യം. നോക്കിയേ, 1, 3, 5 നോ ലിമിറ്റ്. ഏതായിരിക്കും വരിക? നോക്കിയേ, യെസ് 5 ആണ് അല്ലെ? DICGC അതാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. എന്താ? DICGC. എത്രയാണ് ഇൻഷുറൻസ്? കറന്റ് അവിടെ 5 lakh പെർ ഡെപ്പോസിറ്റ് പെർ ബാങ്ക് ആണ്. എത്രയാണ്? 5 lakh അല്ലെ? ഏതാണ് ആൻസർ വരിക? C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മളെ CSEB എക്സാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരാനിരിക്കുന്ന എക്സാമിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CSEBയുടെ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ CSEBയിൽ ഒരു എക്സാം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും മോഡൽ എക്സാമുകൾ, ലൈവ് സെഷനുകൾ, അതേപോലെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ, PDF നോട്ടുകൾ, അതേപോലെ എക്സാമുകൾ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോടുകൂടിയാണ് നമ്മളെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ബോർഡ് നമ്പറായ 89 21 44 05 80 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ബാച്ചാണ്, എക്സാം ബാച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഇല്ലാതെ കൃത്യമായി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം വാസ് സെറ്റപ്പ് ബൈ RBI ഇൻ. എപ്പോഴാണ് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം RBI എവിടെ എന്ത് ചെയ്തത്, കൊണ്ടുവന്നത്? 2009, 2021, 2018, 2006. എപ്പോഴായിരിക്കാം ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം? ഈ സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സ്കീം, അതിൽ ആരാണ് അതോറിറ്റി, അതിലെ അതോറിറ്റികൾ എങ്ങനെയൊക്കെ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ, അതായത് അതോറിറ്റി എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളെ ജനങ്ങളിലേക്ക് എത്തുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. ഇവിടെ ഏതായിരിക്കാം? 2021 ആണ്. എത്രയാണ്? 2021 നവംബറിലാണ് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം അവിടെ എന്ത് ചെയ്തത്, അവിടെ വന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ്, KCC ഈസ് ജനറലി ഇഷ്യൂഡ് ബൈ. ഈ KCC കിസാൻ ക്രെഡിറ്റ് കാർഡ് ജനറലി ഇഷ്യൂഡ് ചെയ്യുന്നത് ഓക്കെ ആർക്കായിരിക്കാം? ഫോറിൻ ബാങ്ക്, പ്രൈവറ്റ് ഓൺഡ് ഫിനാൻഷ്യൽ എൻറ്റിറ്റീസ്, ഇൻഷുറൻസ് കമ്പനീസ്, നൺ ഓഫ് ദി എബോവ്. KCC ആർക്കായിരിക്കാം? KCC ഇവിടെ പെട്ട ആർക്കും അല്ല അല്ലെ? നൺ ഓഫ് ദി എബോവ്. അവിടെ പ്രധാനമായിട്ട് ആരാണ്? KCC ആർ ജനറലി ഇഷ്യൂഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് RRB. RRBസോ കോപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കോ ആണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? KCC. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ സാധാരണ
കർഷകർക്കൊക്കെ അല്ലെ, കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും KCC അവിടെ എന്ത് ചെയ്യുന്നത്, അവർക്കൊരു ക്രെഡിറ്റ് ഫെസിലിറ്റി അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് KCC അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ശരി, ഫ്രം ദി ഫോളോയിങ് സെലക്ട് ആൻ എക്സാമ്പിൾ ഓഫ് NBFC. താഴെ പറയുന്നവയിൽ NBFCക്ക് ഒരു എക്സാമ്പിൾ സെലക്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഈയിടെയായിട്ട് കണ്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ, എക്സാമ്പിളുകൾ തിരഞ്ഞെടുക്കുക. അപ്പൊ അവിടെ എന്തുകൂടി നമ്മൾ നോക്കണം, നമ്മൾ ഡെഫിനിഷൻ മാത്രം വായിച്ചു പോയാൽ പോരാ, പ്രോപ്പർ ആയിട്ട് എക്സാമ്പിൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മനസ്സിലാക്കി വെക്കണം. അപ്പൊ നോക്കിയേ, ഏതായിരിക്കാം? NBFCക്കാണ് RRB, SBI, ശ്രീറാം ഫിനാൻസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇവിടെ ഒറ്റ അടിക്ക് നമുക്കറിയാം അല്ലെ, വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ്. ഏതാണ്? C ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ, ശ്രീറാം ഫിനാൻസ് ആണ് അവിടെ. NBFC എന്താണ്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി NBFC. ഓക്കെ, ശരി, അടുത്ത ചോദ്യം. Which one is the advantage of KYC? KYCയുടെ അഡ്വാൻറ്റേജ് താഴെ പറയുന്ന പോലെ ഏതാണ്? നോക്കിയേ, ബിൽഡ് കസ്റ്റമർ ട്രസ്റ്റ്, ഇംപ്രൂവ് ബാങ്കിങ് സെക്യൂരിറ്റി, പ്രിവെന്റ് ഫിനാൻഷ്യൽ ക്രൈം, ഓൾ ഓഫ് ദി അബോവ്. ഏതാണ് വരിക? യെസ്, മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യം, ഇതൊക്കെ തന്നെയാണ് അല്ലെ. KYC എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫോണിൽ നമ്മൾ ഒരാളെ വിളിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും, അവിടെ നിന്ന് പറയുന്ന കേൾക്കാം, എന്താ KYC തട്ടിപ്പുകൾ, അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൽ പോയി വീഴരുതെന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ. കൊറോണ സമയത്ത് കൊറോണയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ KYCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യാം, വരുന്നത് കാണുന്നുണ്ട്. സോ ശ്രദ്ധിക്കുക, KYC എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക, അതോറിറ്റി ആരാന്ന് പഠിക്കുക, കൃത്യമായിട്ട് എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ്, കേരള ഗ്രാമീൺ ബാങ്ക് വാസ് സെറ്റപ്പ് ഇൻ. എപ്പോഴാണ് KGB അഥവാ കേരള ഗ്രാമീൺ ബാങ്ക് അവിടെ സെറ്റപ്പ് ചെയ്തത്? 2013, 1969, 1975, 1976. എപ്പോഴായിരിക്കാം KGB? യെസ്, 2013 നോക്കിയേ, കേരള ഗ്രാമീൺ ബാങ്ക് വാസ് ഫോംഡ് ഓൺ 8 ജൂലൈ 2013. 8 ജൂലൈ 2013 KGB അവിടെ എന്ത് ചെയ്തത്, അവിടെ ഫോം ചെയ്തത്. എങ്ങനെ ഫോം ചെയ്തു? ത്രൂ അമാൽഗമേഷൻ ഓഫ് 2 RRB. 2 RRBയുടെ അമാൽഗമേഷൻ മൂലമാണ് അവിടെ എന്തുണ്ടായത്, കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ടായത്. അവിടെ ഡേറ്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ CSEB പഠനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ എക്സാമുകൾ വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലേ. ഇപ്പൊ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ വരാനിരിക്കുന്ന എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ നടത്തണം കാര്യമായിട്ട്. കാരണം എന്തുകൊണ്ടാണ്, ക്വസ്റ്റ്യന്റെ ചേഞ്ചുകൾ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്ത് നമുക്ക് പഠിക്കുമ്പോൾ കൂടുതൽ കോൺഫിഡന്റ് വരും, ടൈം മാനേജ്മെന്റ് കിട്ടും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ എക്സാം ഹാളിൽ നമുക്ക് എന്ത് ചെയ്യും, എഫക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വരാനിരിക്കുന്ന CSEB എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഒരു 3 month ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായ റെക്കോർഡ് ക്ലാസ്സുകൾ, അതേപോലെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് സെഷനുകൾ, അതുപോലെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, എക്സാമുകൾ, PDF മെറ്റീരിയലുകൾ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ പുതിയ ബാച്ച്, നമ്മളെ എക്സാം ബാച്ച് അല്ല, നമ്മൾ 3 month ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ബോർഡ് നമ്പർ 89 21 44 05 80 എന്നീ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ന് ബാങ്കിങ്ങിന്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ള. കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക, ഒരിക്കലും പകുതി വെച്ച് നിർത്താതിരിക്കുക. നിങ്ങളുടെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി, നിങ്ങളവിടെ സൈൻ ചെയ്യുന്ന സമയം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക, കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.